വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. നമ്മള് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റിന്റെ ഫോമിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെഡിങ്ങിന് മാർജിൻ ബോട്ടം 3 കൊടുക്കാം. സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യേണ്ട /login അതിലേക്ക് പോകുമ്പോൾ വർക്ക് ചെയ്യണമല്ലോ. അതിനുവേണ്ടി ലോഗിൻ പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോ ഈ സെയിം വ്യൂ ഫോൾഡറിൽ ലോഗിൻ ഡോട്ട് പ്ലഗ് ക്രിയേറ്റ് ചെയ്തു. അതിലെ ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ്, അലൈൻ ഐറ്റംസ് സെന്റർ ആണ്. പിന്നെ അതേപോലെ തന്നെ അതിനൊരു ഞാൻ MX ഓട്ടോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റൈല് നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് ആയിട്ട് 350px സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് ഹെഡിങ് കൊടുക്കുന്നത്. മാർജിൻ ബോട്ടം 5 വെച്ച് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എറർ എങ്ങാനുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എററിന്റെ അലേർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അലേർട്ട് ഒരു ബൂട്ട് സ്റ്റാപ്പിലുള്ള ക്ലാസ്സാണ്. ഒരു ഡിവിന് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അലേർട്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരിക, ആ ഒരു ഡേഞ്ചർ കളറിലുള്ള റെഡിലുള്ള അലേർട്ട് വരും. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് എറർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു വേരിയബിൾ എറർ തന്നെ വേരിയബിൾ ഉണ്ടെങ്കിൽ എന്നുള്ള കണ്ട ഈ ലെവലിൽ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈഫ് എറർ ഉണ്ടെങ്കിൽ എന്താണ് ഈഫിന്റെ ഉള്ളിൽ, അപ്പോ ഇതേ ലെവലിൽ തന്നെ H1ന്റെ ഇതേ ലെവലിലാണ് ആ അലേർട്ടും കൂടെ വരിക. അലേർട്ട് എന്താണ്, ഡേഞ്ചർ, അതിൽ ഈക്വൽ ടു ഇട്ട് കൊടുത്തതിന് ഈ വേരിയബിൾ എന്താണോ അതായിരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് വരിക. അതാണ് ഈക്വൽ ടു ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഫോം ആക്ഷൻ ഓത് ലോഗിൻ ആണ്, മെത്തേഡ് പോസ്റ്റ് ആണ്, ഡിവ് മാർജിൻ ബോട്ടം 3, ലേബൽ ഫോർ ഇമെയിൽ, ഇവിടെ ID കൊടുക്കണം. ഇമെയിൽ ID കൊടുത്തു. ടൈപ്പ് ഇമെയിൽ, നെയിം ഇമെയിൽ റിക്വയർഡ് ആണ്. അടുത്ത ഡിവ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മാർജിൻ ബോട്ടം 3, ലേബൽ ഫോർ പാസ്വേഡ്, അതിന് ID കൊടുക്കണം. പാസ്വേഡ് ID കൊടുത്തു. ടൈപ്പ് പാസ്വേഡ്, നെയിം പാസ്വേഡ് റിക്വയർഡ്. പിന്നെ ഡിസ്പ്ലേ ഫ്ലെക്സ്, ജസ്റ്റിഫൈ കണ്ടന്റ്, എൻഡ് റൈറ്റിലേക്ക് പോയി, അലൈൻ ഐറ്റംസ് സെന്റർ, മാർജിൻ ടോപ്പ്, കുറച്ച് മാർജിൻ ടോപ്പ് കൂടെ കൊടുത്തു. എന്നിട്ട് പാരഗ്രാഫ് ഇട്ടു. മാർജിൻ ബോട്ടം 0, ME മാർജിൻ എൻഡ് 1. അതിന് നോ അക്കൗണ്ട് ഇല്ലെങ്കിൽ ലിങ്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ബട്ടൺ ലിങ്ക്, മാർജിൻ എൻഡ് 3, HRF എന്താണ് ഓത് രജിസ്റ്ററിലേക്ക് പോകും, രജിസ്റ്റർ എന്നാണ്. പിന്നെ അല്ലെങ്കിൽ ബട്ടൺ അതെന്താണ് ടൈപ്പ് സബ്മിറ്റ്, ലോഗിൻ ചെയ്യാനുള്ള. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ഫസ്റ്റ് നമുക്ക് കൺട്രോളറിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഗെറ്റ് ലോഗിൻ ഫോം കോപ്പി ചെയ്യാം. ഗെറ്റ് ലോഗിൻ ഫോം രജിസ്ട്രേഷൻ എന്നുള്ള പകരം ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള പഗ് ഫയലാണ് ലോഡ് ചെയ്യേണ്ടത്. റെസ്പോൺസ് ഡോട്ട് റെൻഡർ. എന്നിട്ട് അതിൽ നമ്മളൊരു എറർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഗ് എവിടെ നിന്നാണ് സെൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോം ഇട്ടിട്ട് ഒരു ഒബ്ജക്റ്റ് അതിൽ പാസ് ചെയ്യാൻ പറ്റും. എറർ ഇപ്പൊ നമ്മൾ എന്താണ് നള്ളാക്കി കൊടുക്കുക, എറർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ എറർ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ രണ്ടാമത്തെ ആട്രിബ്യൂട്ടിൽ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ പാസ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് പഗ് ഫയലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൺട്രോൾ റൗട്ട് ആണ് വേണ്ടത്. ഓത് റൗട്ട്, ഗെറ്റ് രജിസ്ട്രേഷൻ, അതേപോലെ ഗെറ്റിന് ലോഗിൻ ഉള്ള ഒരു റൗട്ട് കൂടെ ആഡ് ചെയ്യും. ലോഗിൻ, ഗെറ്റ് ലോഗിൻ ഫോം റൗട്ടും ആഡ് ചെയ്തു. ഇനി റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് രജിസ്ട്രേഷൻ ഒക്കെയാണ്. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലോഗിൻ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ നമ്മൾ ആ ഒരു ഫീൽഡൊക്കെ ഭയങ്കര വിട്ടായിട്ട് നിൽക്കുന്നില്ല, ഒരു ഇത്രയും ചെറിയൊരു സൈസിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് കൊടുത്ത ഡിവിന് ഇത്രയും വിട്ട് മതി എന്നുള്ളത്. ലോഗിൻ ഈ ഒരു ഡിവ് കൊടുത്തുകൊണ്ടാണ്. ഇതേ ഒരു ലോജിക്ക് വേണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിലും കൂടെ കൊടുക്കാൻ പറ്റും. ആദ്യം ഡിവ് ഇട്ടു, ആ ഡിവിന്റെ ഉള്ളിൽ വേറെ ഡിവ്, പിന്നെ അതിന്റെ ഉള്ളിലാണ് H1ഉം ഫോം ഒക്കെ ഉണ്ടാവും. ടാബ് പ്രസ് ചെയ്തു കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് റിഫ്രഷ് ചെയ്തു രജിസ്ട്രേഷനിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ ഓത് രജിസ്റ്റർ, അപ്പൊ അതിൽ നമുക്ക് എന്താണ് റൗട്ട് കൊടുത്തതിൽ മിസ്സിംഗ് ആണ്. എവിടുന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്, ലോഗിൻ പേജ് എന്നാണ് അല്ലെ. ലോഗിൻ പേജിന്റെ കോഡ് നോക്കിയാൽ മതി. ലോഗിൻ പേജിന്റെ ഉള്ളിൽ ഓത് ലോഗിൻ ഒക്കെ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സമയം ഓത് രജിസ്റ്റർ എന്നാണ് കൊടുത്തത്. ഓത് രജിസ്ട്രേഷൻ എന്നല്ല കൊടുക്കേണ്ടത്, ഓത് രജിസ്ട്രേഷൻ. അതേപോലെ രജിസ്ട്രേഷൻ പേജിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഓത് രജിസ്ട്രേഷൻ ആണ്. ഇവിടുന്ന് ഓത് ലോഗിൻ ആണ്, കറക്റ്റ് ആണത്. ബാക്കിലേക്ക് വന്നു, റീഫ്രഷ് ചെയ്തു, വീണ്ടും രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ രജിസ്റ്റർ പേജിലേക്ക് പോകുന്നുണ്ട്. കറക്റ്റ് സൈസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു.
അപ്പോൾ രണ്ട് ഫോമും HTML നമുക്ക് ഡാഷ്ബോർഡിന്റെ മെയിൻ ഒരു empty പേജിന്റെ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ലോഗിന്റെയും രജിസ്ട്രേഷന്റെയും നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ യൂസർ ക്രിയേറ്റ് ആവണ്ടേ? അപ്പൊ അതിനുള്ള ലോജിക് ആണ് എഴുതേണ്ടത്. അതിനുള്ള ലോജിക് എന്ന് പറയുമ്പോൾ നമുക്ക് റൗട്ട് വേണം, കൺട്രോളർ വേണം, സർവീസ് വേണം, ഡാറ്റാബേസ് വേണം, ഡാറ്റാബേസിലെ ഫീൽഡ് ഒക്കെ വേണം. അപ്പൊ ഡാറ്റാബേസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോഡിങ്ങിലേക്ക് പോവാം.